കിട്ടും. നാവ് പിടിച്ച കൊള്ളാം. പനിക്കൂർക്കും തുളസി അല്ലേ? പനിക്കൂർക്ക എവിടെ കിട്ടും? പനിക്കൂർക്ക കടയിൽ കിട്ടും. ആ കടയിലൊന്നും അല്ല, ഞാൻ ഇവിടെ തന്നെ പനിക്കൂർക്ക കണ്ടിട്ട് ഞാൻ ഇപ്പൊ കൊണ്ടുതരാം. അയ്യോ, അത് അവിടെയായിരുന്നു, അത് ആരോ കളഞ്ഞടാ. അല്ല തുളസി കളയും കേട്ടോ, കളയും. അല്ല, പനിക്കൂർക്ക അവിടെ ഉണ്ടാ, നീ കണ്ടില്ലേ? ഞാൻ ഒരു ദിവസം നിന്നെ മണപ്പിച്ചത് പനിക്കൂർക്ക അല്ലെന്ന്. നീ മണത്തിട്ട് പനിക്കൂർക്ക അല്ലേ? അന്ന് പനിക്കൂർക്ക എന്ത് മണമെന്ന് പറഞ്ഞു? നീ പനിക്കൂർക്കന്റെ മണം അന്വേഷിക്കണ്ട. എടാ ഇവള് ചുമ്മാ ഷോ ചൊറിയാനായിട്ട് വന്നിരുന്നു. തുളസി മതി, തുളസി. ഞാൻ എനിക്ക് ഇപ്പൊ സെറ്റ് ആക്കി കൊണ്ടു, ഞാൻ ആന്റിയോട് പറഞ്ഞിട്ട്. പക്ഷെ നീ ഹോസ്പിറ്റലിൽ പോണോട്ടെ, ഇത് ഇവൻ കൊണ്ടുപോകാനൊന്നും സാധ്യതയില്ല. എന്താവശ്യം ഉണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് പറഞ്ഞു. അന്നൊരു കാര്യം ചെയ്യും, നിന്റെ എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോകണല്ലോ, ഇവള് കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോകും. എന്താണ് നിനക്ക് ഡൗട്ട്? എടാ, ഞാൻ എന്റെ ഫ്രണ്ട്സിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചങ്കായിട്ട് കൂടെ നിൽക്കണം, അല്ലാണ്ട് നിന്നെ പോലെ പകുതി കിട്ട് പോണ ആളല്ല. മനസ്സിലായോ? കൊണ്ടുപോടി. ഞാൻ കൊണ്ടുപോയിക്കോളാം. നീ റെഡി ആവടാ. പാരസെറ്റമോൾ ഞാൻ കൊണ്ടുതരാം. നീ ഹോസ്പിറ്റലിൽ വരണം കേട്ടാ. ഇവനെ നീ ഫ്രണ്ട് ആയിട്ട് ഇനിയെങ്കിലും കാണരുത്. ഇനി തൊട്ട് നീ എന്റെ ഫ്രണ്ടാണ്. ഓക്കെ? എന്റെ ഫ്രണ്ടാണോ? ഓക്കെ, ഡീലാണേ. ഇടി എനർജി കൈ കൊണ്ട് ഇവിടെ അറിയാൻ പനിയാ. എടാ, നീ അതേ കളിക്കാൻ നിക്കല്ല. നീ പനി വന്ന് ഇവിടെ കിടന്നാലും ഞാൻ തിരിഞ്ഞു നോക്കത്തില്ലടാ. മോ വേറെ റെഡി ആവട്ടോ. കേട്ടോ, എന്റെ ചക്കരയാണ് കേട്ടോ. ഐ ലവ് യു. ഞാൻ വേഗം വരാവേ. എന്താണ് നിന്നെ കൊള്ളിക്കാൻ പറഞ്ഞ ആണല്ലേ? നിന്നോട് ഞാൻ കൊണ്ടാ. അപ്പൊ ഹോസ്പിറ്റൽ കേസ് തീരുമാനമായല്ലോ, അവിടെ കൊണ്ടുപോയിക്കോളൂ. ആര് കൊണ്ടുപോയാലും എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ. ഇന്നെങ്കിലും നീ ഒരു ഇൻഷുറൻസ് എടുത്തോ. 10,000 രൂപയ്ക്കൊക്കെ എടുക്കാൻ പറ്റും. എടാ, നീ എന്നോട് തന്നെയാണ് ഈ 10,000 രൂപയുടെ കണക്കൊക്കെ പറയുന്നത്. 10,000 രൂപ തൊട്ട് 1000 രൂപ തൊട്ട് ഒരു 100ന്റെ നോട്ട് കണ്ടിട്ട് തന്നെ കുറെ നാളായി. അപ്പോഴാണ് നീ എന്നാലും പനിക്കൂർക്ക മണത്തായിരുന്നു. ഞാൻ അവിടെ മൂത്രമൊഴിക്കുന്ന സ്ഥലമായിരുന്നു. നീ എന്ത് വൃത്തിയിട്ടാണ് നീ. എന്ത് മനുഷ്യൻ പേടിച്ചു പോയില്ലേ? പേടിച്ചു പോയ ഒരു സർപ്രൈസ് ഉണ്ട്. സപ്പർ ഇപ്പോഴല്ല, രാത്രിയില്ല. ആ സപ്പറല്ല, ഇത് സർപ്രൈസ് നിനക്ക് തരാൻ പോകുന്നത്. എന്താ അതിന് മാത്രം വലിയ സർപ്രൈസ്? നീ ഒന്ന് ഗസ് ചെയ്തേ. ഞാൻ അറിയട്ടെ. പറ. പോടുന്നു. എന്തുവാ പറഞ്ഞു തോലക്കി? എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള എന്തായിരിക്കും എന്ന് എനിക്ക് എങ്ങനെ അറിയാം? നമ്മളെ വീട്ടിൽ പഴയതായി കിടക്കണ ഒരു വലിയ സാധനം. അത് നിങ്ങളല്ലേ? എന്നെ കൊണ്ട് നീ പറയിപ്പിക്കരുത്. നിന്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്. ഓ, എന്തുവാ പിന്നെ? നീ പറ, ഞാൻ ഊഹിക്കട്ടെ. നിങ്ങൾ തന്നെ അങ്ങ് പറ. നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ കിടക്കുന്ന ഒരു പഴയ പന്ന കാറുണ്ടല്ലോ, എൻ്റെ അപ്പം വാങ്ങിയത്. ആ ഓടാത്ത സാധനം എടുത്ത് അങ്ങ് കളഞ്ഞേക്ക്. ഞാനൊന്ന് പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട്, കാറ്. കാർ ഓർഡർ ചെയ്തെന്ന്? നിനക്ക് ഏത് കളർ വേണം? പറഞ്ഞ ചുമ്മാ പറഞ്ഞു. നിങ്ങൾ ഏത് കളറാ ഓർഡർ ചെയ്തത്? ഞാൻ ചുമലയാണോ നീലയാണോ? ആ, നീല. ചുമല വേണ്ട. അപ്പത്തെ കണാറിനുണ്ട്. അവനൊന്നും ഇല്ലാതെ ഈ ഏരിയയിൽ ആർക്കും ഉണ്ടാവരുത് ഈ കളറ്. ചാടാ പച്ചയായാലോ? നിങ്ങൾ സത്യം പറഞ്ഞ ഏത് കളറാ ഓർഡർ ചെയ്തത്? അല്ല, നിന്നെ കൂടി അഭിപ്രായം അറിഞ്ഞിട്ട് മതിയെന്ന് വിചാരിച്ചു. എവിടെ നിന്ന് കിട്ടി ഗ്ലാസ്? ഇതെനിക്ക് എൻ്റെ സ്വന്തം കാറ് വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നുകൊണ്ട് വെക്കാനുള്ളതാണ്. ആദ്യം ആനയെ മേടിക്കും, എന്നിട്ട് തോട്ടി മേടിക്കും. ഞങ്ങളെ തറവാട്ടുകാർ തോട്ടി വാങ്ങിയിട്ടാണ് ആനയെ വാങ്ങൽ. അല്ലേലും നിങ്ങളുടെ തറവാട്ടുകാർ പണ്ടേ തലതിരിവാണല്ലോ. അതിന് നിന്റെ വീട്ടുകാർക്ക് ഇതൊന്നും വാങ്ങാനുള്ള ഇതില്ലല്ലോ. കണ്ടവർ പിടിച്ചെടുക്കുന്ന പരിപാടിയല്ലേ നിനക്കൊക്കെ ഉള്ളൂ. ഞാൻ ആരുടെ അവിടെ പിടിച്ചെടുത്തത്? പിന്നെ എൻ്റെ അപ്പൻ്റെ സ്വത്ത് മുഴുവൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയല്ലേ നീ. എന്നിട്ട് ഞാൻ കൊണ്ട് എൻ്റെ കുടുംബത്തെ കൊടുത്തോ? ഇല്ലല്ലോ. എടി, അതൊക്കെ എനിക്ക് ചെലവാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാ. എന്നിട്ട് ഒട്ടും ചെലവാക്കുന്നില്ലല്ലോ മുതല്. ഇങ്ങനെ എണ്ണി തരുന്നതാ. അങ്ങനെ കണക്ക് പറഞ്ഞിങ്ങനെ കുറഞ്ഞു തരുന്നതാ. അതാണ് നീ എനിക്ക് വാരി തരുന്നത്. വന്നതിൻ്റെയും പോയതിൻ്റെയും കൂടെ കാണുന്നില്ല. അല്ല, എന്തൊക്കെ തള്ളിയിട്ടാ പോയത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഇതൊക്കെ കാണിക്കും. നിന്നെ ഞാൻ ആശുപത്രി കൊണ്ടുപോകും. നീ ഒരുങ്ങും. നീ കൊണ്ടുപോടി. അതെന്ത് വർത്താനടാ പറയണേ? നീ നേരത്തെ കൊണ്ടുപോകില്ലെന്നൊക്കെയല്ലേ പറഞ്ഞ്. ഞാൻ നിന്റെ നൻപനല്ലേടാ. എനിക്ക് മനസ്സിലായി. അവള് നിന്റെ നൻപിയല്ലേ? അങ്ങനെ നൻപിപ്പം
അപ്പം നൻപനെ വിശ്വസിക്കും. അതെ ഞാൻ വിശ്വസിക്കുന്നില്ലേ? എന്നാ പോയി ഡ്രസ്സ് അല്ല ഞാൻ ഡ്രസ്സ് മാറാം. പെട്രോൾ അടിക്കാൻ ഇല്ലൊന്നും കാശില്ല. അതൊക്കെ ഞാൻ ഒപ്പിച്ചോളാം. നീ പോ. നീ ഇതിന് ടെൻഷൻ ആവുന്നേ? ഒരു പനി വന്നു കഴിഞ്ഞാൽ ഓടിപ്പോകുന്ന സുഹൃത്തൊന്നും അല്ല ഞാൻ. നീ നേരത്തെ എന്ത് ഫേസ് ചെയ്യും ഞാൻ? അല്ല അപ്പൊ ചീട്ടെടുക്കാനുള്ള കാശിന്റെ നീ എന്തിനാ അതിന് ഓർത്ത് ടെൻഷനേ ആവണ്ട. കാശില്ലല്ലോ. പോയിട്ട് വാ, അത് ആലോചിക്കാം. അല്ലടാ കാശില്ലാണ്ട്. നീ ചുമ്മാ എന്നെ പ്രാന്ത് പിടിപ്പിക്കില്ലേ? നീ പോയോ? നിനക്ക് ആശുപത്രി പോണോ? ആശുപത്രി പോകണം. ഉറപ്പല്ലേ? അല്ല അതിനുമ്പൊന്നും ആവി പിടിച്ചിട്ട് പോയാ പോരെ? പനിക്കൂർക്കിട്ട് ആവി പിടിപ്പിക്കാൻ അവളിപ്പോ വെള്ളം തിളപ്പിച്ചോണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അല്ലേ നോക്കിയിരുന്നു. എടാ അവളെ ഞാൻ എത്ര കൊല്ലം കൊണ്ട് കാണുന്ന അറിയോ? നീ ഇപ്പോഴും നൻപിക്കൊണ്ടിരിക്കുക അല്ലേ? ഞാൻ അപ്പൊ ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ നീ കൊണ്ടുപോകും അല്ലേ? ഇല്ല, ഡ്രസ്സ് മാറാണ്ട് എടുത്തോണ്ട് പോയി മാറടാ. ആണല്ലേ? ഭയങ്കര ക്ഷീണമാടാ. അതൊരു കാര്യം ചെയ്യുന്നതിന് ഡ്രസ്സ് മാറ്റാൻ ഞാൻ ഇവിടെ എടുത്ത് മാറ്റിക്കട്ടെ? നീ പറയുന്ന പോലെ അല്ലടാ. എടാ ഭയങ്കര ക്ഷീണമുള്ള പനിയാടാ ഇത്. എനിക്ക് നേരത്തെ പനി വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സാധാ പനിയാടാ. നീ ഇങ്ങനെ ചുമ്മാ ഇത് എന്താണ് ഇത്? നീ വിചാരിക്കും ഇതൊക്കെ ഡെങ്കു ആണെന്നോ? ഇത് ഡെങ്കു ഒന്നും അല്ലത്, ഇത് സാധാ പനി. സാധാ പനി നേരത്തെ എനിക്ക് വന്നിട്ടില്ല. പക്ഷെ ഇത് ഇപ്പൊ നിനക്ക് ഇത്രയും വലിയ പനി ഉണ്ടോ? ഞാനിത് കൂളായിട്ട് എവിടെ ഇരിക്കണം? എനിക്കറിയാം ഇതൊക്കെ സാധാ പനിയാണ്. മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. നമ്മളൊക്കെ എത്ര പനി കണ്ട്. നീ പോയിട്ട് ഒരു പാരസെറ്റമോൾ മേടിച്ചിട്ട് അടിക്കുക, കിടന്നുറങ്ങാം. ഗുളിക കഴിച്ച ഒരു ആശ്വാസം കിട്ടിയ ഉറപ്പായിട്ടും. കുറച്ച് കഞ്ഞിയുടെ കുടിച്ച് സെറ്റ്. കഞ്ഞി അച്ചാറും ഒക്കെയാണ് ഇപ്പൊ നല്ലത്. അച്ചാറോ? കഞ്ഞി നാരങ്ങ അച്ചാർ ഉണ്ടെങ്കിൽ നന്നായിട്ട്. നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വാടേ. അവളോട് പറ വെള്ളം തിളപ്പിക്കാൻ വാങ്ങാട്ടോ. വെള്ളം തിളപ്പിക്കണ്ട, വാങ്ങി വെക്കാൻ പറയാല്ലേ? ആ പറഞ്ഞേക്ക്. മറക്കല്ലേ? അതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ ഉണ്ട്, ഞാൻ നോക്കിക്കണ്ട് നടത്തുന്നു. നിങ്ങളുടെ കയ്യിലായിരുന്നെങ്കിൽ പണ്ട കണ്ടവന്റെ കയ്യിലായിപ്പോയെ. അതാണ് നീയൊക്കെ എന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഇതൊക്കെ തന്നിരുന്നെങ്കിലേ ഞാനിതൊക്കെ വെച്ച് ഞാനത് പുതിയ ബിസിനസ് തുടങ്ങി ഞാനത് പുരോഗമിച്ച് ഇപ്പൊ ഈ വീടൊരു 4 നിലയുള്ള വീടായനെ. പൊളിഞ്ഞ് പാളീസായേനെ. ആ ഇപ്പൊ എന്തുവാ? ഒരു കാര്യേ, കഴിക്കാൻ എന്തുണ്ട്? ചപ്പാത്തിയും കടലക്കറി. രാവിലെ കഴിച്ചത് തന്നെയാണോ പിന്നെ നീ 11 മണിക്ക് കാപ്പിടിക്കാൻ തരുന്നത്? നിങ്ങളോട് 11 മണിക്ക് കഴിക്കാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. എപ്പോൾ നോക്കിയാലും ഒരു കുടലക്കറിയും ഒരു ചപ്പാത്തിയും, അല്ലേ വളരെ ഉണങ്ങിയ പുട്ട്. കഴിക്കണ്ട. കഴിക്കേണ്ടെന്ന് പറയാൻ നിന്റെ അങ്ങനെ കൊണ്ടുവന്നല്ല. ചേടാ ഇത് കഴിക്കുകയും വേണം, കുറ്റവും പറയണം. എല്ലാം ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. എൻ്റെ കാറിങ്ങോട്ട് വന്നോട്ടെ. ചപ്പാത്തി എങ്കിൽ ചപ്പാത്തി, കടലക്കറി ചപ്പാത്തി. ഏത് നേരത്ത് കർത്താവേ ഈ ആലോചന കൊണ്ട് എൻ്റെ തലയെ വെച്ച്. എടാ റിസൾട്ട് എപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ? ഇങ്ങോട്ട് ഇറങ്ങി. എന്താടാ? ആരോട് ചോദിച്ചിട്ടാ ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുത്ത്? അല്ല ഇതിനൊക്കെ പൈസ ഇടുന്നു? അല്ലടാ അവര് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അവർ ചെക്ക് ചെയ്യാൻ പറഞ്ഞ ഉടനെ ചെക്ക് ചെയ്യണോ? അല്ല ഇപ്പൊ എന്താ പ്രശ്നം? അല്ല നമ്മൾ പനിയാന്ന് വേണ്ട അങ്ങോട്ട് പോയല്ലേ. അവർ പിന്നെ എന്തിനാ പനിയാണെന്ന് ചെക്ക് ചെയ്യണേ? നമ്മൾ പറഞ്ഞല്ലോ പനിയാണെന്ന്. അല്ലടാ എന്ത് തരം പനിയാണെന്നുള്ള അറിയത്തില്ല. എന്ത് തരം പനി? പനി പനി അത്ര തന്നെ. ടെസ്റ്റ് ചെയ്തല്ലേ വല്ല ഡെങ്കിപ്പനിയാണോ എന്താണെന്നൊക്കെ അറിയാൻ പറ്റത്തില്ല. എടാ ഇത് സാധാ പനി. നീ എന്താ ഇപ്പൊ ഡെങ്കിപ്പനി ആണെങ്കിൽ ഇപ്പൊ എന്താ? നീ എന്റെ ചങ്കല്ലേ? ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്നില്ല ഞാൻ. സാധാ പനിക്കൊന്നും പേടിക്കാതെ ഞാൻ ഇതൊന്നും ആന്റിയോട് പോയി പറഞ്ഞിട്ട് വരാം. എന്ത്? അതായത് നമ്മൾ ആശുപത്രി പോയി വന്ന കാര്യം. എടാ എനിക്ക് റെസ്റ്റ് എടുക്കണവിടാ. നീ റെസ്റ്റ് എടുക്ക്. വല്ലാണ്ട് കുടിക്കണം. എനിക്ക് കഞ്ഞാ വെച്ചു. എന്റെ കുഞ്ഞ് വിളഞ്ഞ 10 പൈസ കിട്ടുന്ന സാധനമാ. ഈ കുരുന്നിലേ പൊട്ടിച്ച് തിന്നേണ്ട കാര്യമുണ്ടാ? എന്തോരം ജാതിക്കാ നീ ഇങ്ങനെ ചെറുതിലേ പറിച്ച് തിന്നുന്നത്? നല്ല ടേസ്റ്റാ. വേണ പോടുന്നു വേണ്ട. ആന്റി ഞാൻ ആലോചിച്ചോണ്ടിരുന്ന എന്താ അറിയോ? അങ്ങ തേക്ക് കണ്ട തേക്ക്, അവിടെ നിന്ന് തൊട്ട് ഇങ്ങ് ആ പ്ലാവ് കണ്ട പ്ലാവ്, അവിടെ വരെ എന്റെ വില എഴുതി തരാൻ പറ്റുമോ? അതായത് അവിടെ ഇങ്ങനെ തരിശായിട്ട് കിടക്കല്ലേ? തരിശൊന്നുമില്ല. ഞാൻ ചേന നട്ടിട്ടുണ്ട്, വാഴ നട്ടിട്ടുണ്ട്, പേര നിപ്പുണ്ട്, മാവ് നിപ്പുണ്ട്, ചാമ്പ നിപ്പുണ്ട്. തരിശാണോ ആന്റി? അതൊക്കെ ഇടകൃഷിയല്ലേ, അതിലൊന്നും വലിയ കാര്യമില്ല. അതായത് എന്റെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാ കുറച്ച് ആപ്പിള്, കുറച്ച് ഓറഞ്ച്, അങ്ങനത്തെ കുറച്ച് വെറൈറ്റി
മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട് ഇതൊക്കെ നട്ടുപിടിപ്പിക്കുക. ഹലോ ഹലോ, ജീവൻ സാറല്ലേ? ജീവനല്ല, വർക്കിയ. ഇത് ജീവൻ സാറിന്റെ വീടാണോ? ജീവൻ സാറിൻ്റെ വീടല്ല, ഇത് വർക്കിയുടെ വീടാണ്. അവൻ വാടകക്കാരൻ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നതാ? മാറ്റർ ഇച്ചിരി സീരിയസാ.